പോലീസിലെ പ്രതികാര സ്ഥലമാറ്റം തുടരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ റിംഗ് റൗണ്ടിൽ ഉൾപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥന് ആഴ്ചകളുടെ ഇടവേളയിൽ മൂന്നാം തവണയും സ്ഥലം മാറ്റം കിട്ടി. SI സജി ജോണിന് ജൂണിൽ ആദ്യം പോസ്റ്റിംഗ് ലഭിച്ചത് ചെങ്ങന്നൂർ ട്രാഫിക് യൂണിറ്റിൽ, ഓഗസ്റ്റിൽ വിയ്യപുരത്ത്, അമ്പലപ്പുഴയിലേക്കും പിന്നീട് സ്ഥലം മാറ്റമുണ്ടായി. സ്വാഭാവിക നടപടിക്രമം മാത്രമെന്ന ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാൻ, പോലീസ് വിഭാഗത്തിൽ ഇപ്പോൾ ഈ അടിമുടി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം മാറ്റങ്ങളൊക്കെ ഒരു പ്രതികാരത്തിന്റെ ഭാഗമാണ് എന്നുള്ള വിവാദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഡാൻ കൂടുതൽ വിവരങ്ങൾ? കണ്ണൂരിലെ വിവാദ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ റിംഗ് റൗണ്ടിൽ ഉണ്ടായിരുന്ന സജി ജോൺ എന്ന SIക്കെതിരെയും സമാനമായ തരത്തിൽ പ്രതികാര സ്ഥലമാറ്റ നടപടി തുടരുന്നുവെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ജൂൺ 1-ന് ചെങ്ങന്നൂർ ട്രാഫിക് സ്റ്റേഷനിൽ SI ആയിട്ടായിരുന്നു ആദ്യം സജി ജോണിന് പോസ്റ്റിംഗ് നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് 11-ന് ചെങ്ങന്നൂർ ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് വിയ്യപുരം പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തിന് സ്ഥലമാറ്റം നൽകി. അത് കഴിഞ്ഞ് 4 ദിവസത്തെ മാത്രം ഇടവേളയിൽ 11-ാം തീയതി വിയ്യപുരം പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലമാറ്റം നൽകുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം 14-ാം തീയതി വിയ്യപുരത്ത് നിന്ന് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഏറ്റവും ഒടുവിൽ സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഓർഡർ അടക്കം പുറത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും വിയ്യപുരം പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്, അവിടുന്ന് റിലീവ് ചെയ്തിട്ടില്ല. എന്തായാലും ഇത് ഇങ്ങനെ തുടർച്ചയായി ഏതാണ്ട് ഒരാഴ്ചക്കിടയിൽ ഒരു വ്യക്തിക്ക് തന്നെ 2 സ്ഥലം മാറ്റം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അതോടൊപ്പം മറ്റ് സാഹചര്യങ്ങളുമൊക്കെ അറിയാം. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സജി ജോൺ ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥർ. ഇത് പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥലംമാറ്റ നടപടികൾ തുടർച്ചയായി അസാധാരണ വിധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ ആക്ഷേപം. പോലീസിൻ്റെ അസോസിയേഷൻ അടക്കം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന കാര്യവും ഉദ്യോഗസ്ഥർ തന്നെ മുമ്പോട്ട് വെക്കുന്നു. അതേസമയം സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരശേഖരണം നടത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സ്വാഭാവികമായ സ്ഥലമാറ്റ നടപടികൾ മാത്രമാണ് നടക്കുന്നത് എന്ന പ്രതികരണമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.